ദേ സംഗതി വലിയ പ്രശ്നമാണ് കേട്ടോ. സുപ്രീം കോടതി നേരിട്ട് മതേതരത്വം തകർക്കാൻ ഇറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ് ഇതുപോലെയൊക്കെയുള്ളവർ മതേതരത്വം തകർക്കുന്നത് നമ്മൾ കണ്ടു. അത് ഏകദേശം പതിവായി, അത് ഏകദേശം ശീലമായി. ഈ സുപ്രീം കോടതി ചെയ്തു ആരെങ്കിലും വിചാരിക്കുമോ? പക്ഷേ അത് ചെയ്തു. 5-ാം തീയതി മിനിഞ്ഞാന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ചാരിയ, ഈ 2 പേരാണ് മതേതരത്വം തകർത്തത്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ 5 വർഷം മുമ്പ് 2020 ജാനുവരി ഡൽഹിയിൽ വലിയ കലാപം നടന്നു. CAA വിരുദ്ധ സമരം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വലിയ കലാപം നടന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട 5 കഥാപാത്രങ്ങൾ അവർ ജയിലിലായി. വേറെയും കുറേ പേര് ജയിലിലുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 5 പേരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഷർജിൽ ഇമാം, പിന്നെ ഉമർ ഖാലിദ്. ഈ 2 പേര്. അവർക്ക് വിദേശ സഹായമൊക്കെ ഉണ്ട്. ഉമർ ഖാലിദിന് നമ്മുടെ സൊഹ്റാൻ മംദാനി, ന്യൂയോർക്ക് മേയർ, അയാൾ കത്തയച്ചു. ഉമർ ഖാലിദിൻ്റെ അച്ഛൻ ന്യൂയോർക്കിൽ പോയിട്ട് ഇയാളെ കണ്ടു. ചേട്ടനൊന്ന് ഇടപെടണം, എൻ്റെ ചെറുക്കനെ ജയിലിലാക്കിയിരിക്കുന്നു, അവൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ ഇരിക്കുക, അപ്പോൾ സുപ്രീം കോടതിയെ ഒന്ന് സ്വാധീനിക്കണം. അതിനെന്താ സ്വാധീനിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡിയർ ഉമർ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത്, ഹൃദയസ്പർശിയായ ഒരു കത്ത് അച്ഛൻ്റെ കൊടുത്തു വിട്ടു എന്നാണ് കഥ. അങ്ങനെ ഒരു കത്ത് വന്നു, അത് സത്യമാണ്. അതുകൂടാതെ 10 സെനറ്റർമാർ അമേരിക്കയിലെ, അവരൊക്കെ സുപ്രീം കോടതിക്ക് നിർദ്ദേശം കൊടുത്തു, മര്യാദയ്ക്ക് ഈ പിള്ളേരെയൊക്കെ പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞു. സുപ്രീം കോടതി ഒന്നും മിണ്ടിയില്ല. പക്ഷേ ജഡ്ജിമാർ അന്യോന്യം നോക്കി ഒന്ന് ചിരിച്ചു കാണും. എടാ, ഇത്ര വിവരം കേട്ടവന്മാർ അവിടെയോ ഉണ്ടോ? കാരണം ഇവിടെ നമുക്കറിയാമല്ലോ, ട്രംപ് വെനസ്വേലയിൽ ഇടപെട്ടതും ഉടൻ തന്നെ പിന്മാറണമെന്നും മഡ്യൂറോയെ വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ജാഥയൊക്കെ നടത്തിയിട്ട് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പത്തുവേലി നാരായണൻ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കാട്ടന്തറ പുരുഷൻ, ഇവരൊക്കെ പ്രമേയം പാസ്സാക്കുകയും ട്രംപിന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന മണ്ടത്തരം നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെയും ഉണ്ട് ഈ പത്തുവേലി നാരായണനും കാട്ടന്തറ പുരുഷനും. അമേരിക്കയിലും ഉണ്ട്. അവരുടെ പേര് സോറാൻ മംദാനി, ഡാഷ് ബിഷപ്പ് ഹോച്ച്വിക്ക് എന്നൊക്കെയാണ്. പേരിച്ചിരി വ്യത്യാസമുണ്ടെന്നേ ഉള്ള അവിടുത്തെ പേരാണ്. പ്രവൃത്തിയൊക്കെ ഒന്ന് തന്നെ. ഏതായാലും അങ്ങനെയൊക്കെ വലിയ VIP ആണ്. ഇവർക്ക് വേണ്ടി ഹാജരായത് നമ്മുടെ കപിൽ സിബൽ. പുള്ളിയാണല്ലോ ഈ മതേതരത്വം സംരക്ഷിച്ച് എനിക്ക് വയ്യ. എത്ര കാലം പുള്ളിക്ക് പ്രായവുമായി. ഈ ഭരണഘടനാ മൂല്യമൊക്കെ പൊക്കിപ്പിടിച്ചിട്ട് ഡെയിലി തോള് വേദനയാണ്. കൊട്ടൻ ചുക്കാതി കുഴമ്പ് ലിറ്റർ കണക്കിന് മേടിച്ച് വെച്ചിരിക്കുക വീട്ടിൽ. എന്നിട്ട് തിരുമുകാരൻ വാവയെ വിളിച്ചിട്ട് വാവ ദിവസവും വന്നിട്ട് രാവിലെയും വൈകുന്നേരം ഇയാളുടെ തോള് തിരുമ്മി കൊടുക്കും, കപിൽ സിബലിൻ്റെ. അങ്ങനെയാണ് പുള്ളി ജീവിതം കഴിക്കുന്നത്. എന്തൊരു ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. മതേതരത്വം തകർന്നാൽ പിന്നെ എല്ലാം പോയില്ലേ. ഇപ്പോൾ ഇത് താങ്ങിപ്പിടിക്കാൻ ഇയാളല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളത് രാഹുൽ ഗാന്ധി. അയാൾ വടി വെച്ചെടുത്ത് കുട വയ്ക്കില്ല. ആ കക്ഷി ഡിം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോകും, അവിടെ നിന്ന് കൊളംബിയയിൽ പോകും, സ്വിറ്റ്സർലൻഡിൽ പോകും. 4 ദിവസം ഇവിടെ ഒരു വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു ബഹളം വെച്ച് ഇതെന്താ ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ പുള്ളി വീണ്ടും സ്ഥലം വിടും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വെച്ച് മതേതരത്വം സംരക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ കപിൽ സിബൽ കൊട്ടത്താപ്പിന് ഇതങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശനിപാതം പോലെ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി. 7 പേരുണ്ടായിരുന്നു. അതിൽ 5 ചോട്ടികളും ഉണ്ട്. അവരെ 5 പേർക്ക് ജാമ്യം കൊടുത്തു കർശന വ്യവസ്ഥകളോട്. ഈ 2 പേരുടെ ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അല്ല, 5 വർഷമായി സാർ ജയിലിൽ കിടക്കുന്നു, വിചാരണ ഇതുവരെ തുടങ്ങിയില്ല. സുപ്രീം കോടതി പറഞ്ഞു, അതേ, വിചാരണ തുടങ്ങാത്തതിന് കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു, അവിടെ തള്ളി. ഡൽഹി ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി ജാമ്യം തള്ളുന്നതിന് മുമ്പ് ഇത്ര താമസിക്കുന്നത് എന്താണെന്നുള്ളതിന് കീഴ്ക്കോടതിയിലെ റെക്കോർഡ് മുഴുവൻ വിളിച്ച് പരിശോധിപ്പിച്ചു. അപ്പോൾ ഈ കപിൽ സിബൽ തന്നെയാണ് ഇത് മാറ്റിവെക്കുന്നത്. കപിൽ സിബൽ ഓരോ ഉടക്ക് പറഞ്ഞ് മാറ്റിവെച്ച് കൊണ്ടുപോവുകയാണ് കേസ്. ഇവരുടെ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അക്രമവും കലാപവും ഉണ്ടാക്കുക.
ഉണ്ടാക്കിയിട്ട് ആ കേസിൻ്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോവുക. വിചാരണ നീണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം മേടിക്കുക. അപ്പോൾ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 4 or 5 ഏറിയാൽ 6 മാസം, അതിൽ കൂടുതൽ ജയിലിൽ കിടക്കേണ്ടി വരില്ല, പുറത്തിറങ്ങുക. പിന്നെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ കപിൽ സിബലിനറിയാം. ഇതിങ്ങനെ അനന്തമായിട്ട് 10, 20, 25 വർഷം നീളം നമുക്കറിയാമല്ലോ ഓരോ കേസുകളൊക്കെ. ഇതൊന്നും ഈ VIP ഒന്നും അല്ലാഞ്ഞിട്ട് പോലും ആ വിശാൽ കേസൊക്കെ 13 വർഷം നീണ്ടുപോയില്ലേ. ചുമ്മാതെ വലിയ സോറാൻ മംതാനിയൊന്നും ഇടപെടാഞ്ഞിട്ട് പോലും 13 വർഷം നീണ്ടു. അപ്പോൾ മനഃപൂർവ്വം ഈ പ്രതിഭാഗം കേസ് നീട്ടിക്കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ചുമ്മാ അങ്ങ് നീണ്ടുപോകും കേസ്. നമ്മുടെ മദനി കളിച്ച കളിയാണ്. അങ്ങനെ 9.5 വർഷം കോയമ്പത്തൂർ ജയിലിൽ കിടന്ന ആശാൻ. ജാമ്യവും കിട്ടിയില്ല, ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവരുടെ അവസ്ഥ അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകുകയല്ല, ഇവർക്ക് വിചാരണ നടന്നു കഴിഞ്ഞാൽ ഇവനെ തൂക്കിക്കൊല്ലുന്ന ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് UAPA ആണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ UAPAയിൽ ജാമ്യം കൊടുക്കാനും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്. സാധാരണ കേസിൽ ജഡ്ജിമാർക്കൊരു ഡിസ്ക്രിപ്ഷനുണ്ട്, പക്ഷേ UAPAയിൽ അത്ര വലിയ ഡിസ്ക്രിപ്ഷൻ ഇല്ല. ചില ഘട്ടങ്ങളിലൊന്നും ജാമ്യം കൊടുക്കരുതെന്ന് തന്നെ UAPA നിയമത്തിലുണ്ട്. നിയമം അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഈ 2 പേർക്ക് കോടതി പറഞ്ഞു, ഇവർ ഒരു കല്ല് പോലും എടുത്ത് അരയെറിഞ്ഞിട്ടില്ല, ഒരു വണ്ടിയും ഇവർ തടഞ്ഞിട്ടില്ല, ഒരിടത്തും തീ വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. ഉമർ ഖാലിദാണെങ്കിൽ അതോ ഷർജിൽ ഇമാം സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഇവരുടെ വാദം. അപ്പോൾ കോടതി പറഞ്ഞു അതൊക്കെ ശരിയാണ്, നിങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, നിങ്ങൾ കല്ലെറിഞ്ഞിട്ടില്ല, നിങ്ങൾ വെടിവെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ സൂത്രധാരകർ നിങ്ങളായിരുന്നു. ഇൻ്റലക്ച്വൽ ടെററിസം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് സുപ്രീം കോടതി ഉപയോഗിക്കുന്നു. ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയുടെ സൂത്രധാരന്മാർ കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം നിങ്ങളായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു, കാരണം അവർ കഥാപാത്രങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് അവർ അഭിനയിച്ചു, അവർ വണ്ടി തടഞ്ഞു, അവർ കല്ലെറിഞ്ഞു, കാര്യമൊക്കെ ശരി. ബട്ട് അവർക്കൊരു ടോട്ടൽ പിക്ചർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ക്രൈമിൻ്റെ ഗൗരവം അല്പം കുറവാണ്. ക്രൈം തന്നെയാണ്. ബട്ട് ജാമ്യം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണോ എന്നൊന്നും നോക്കേണ്ട, പ്രാഥമികമായിട്ട് കുറ്റമുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ ഒരു ഗ്രഡേഷൻ തീരുമാനിക്കുക. ആ ഗ്രഡേഷൻ തീരുമാനിച്ചപ്പോൾ ഈ 5 പേര് പരീക്ഷയിൽ കഷ്ടിച്ച് പാസ്സായി, 2 പേര് കടന്നുപോയി. അതാണ് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും. ഇവരിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ മീഡിയ വണ്ണൊക്കെ കേൾക്കണം. എൻ്റെ ദൈവം, മറ്റ് ചാനലുകളിലൊക്കെ ദുഃഖാചരണം മാത്രമായി മീഡിയ വൺ നെഞ്ചത്തടിക്കുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തു. കാരണം ഒരക്രമവും ചെയ്യാത്ത ആൾ ഒന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് 5 വർഷമായി ജയിലിൽ കിടക്കുന്നു, ഇപ്പോഴും അവന് ജാമ്യം കൊടുക്കില്ല. ഇതെന്ത് പരിപാടി? കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ന്യായമാണല്ലോ. സംഭവമൊന്നുമല്ല. ഇവൻ ചെയ്തെന്താണ്? ഷർജിൽ ഇമാമിൻ്റെ പ്രസംഗം നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത് പ്രസംഗിച്ചു, അത് വാട്സാപ്പിലാക്കി, വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി, അവർക്കൊക്കെ അയച്ചു കൊടുത്തു. മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. हमारी ख्वाहिश और हमारी आरजू ये है कि दिल्ली में चक्का जाम हो. ഈ ചക്ക ജാമും ധർണയും തമ്മിൽ വ്യത്യാസമുണ്ട്. ധർണ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയരികിലിരുന്ന് സിന്ദാബാദ് വിളിക്കുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരും മറ്റ് പാർട്ടിക്കാരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കൂട്ടധർണ, സിന്ദാബാദ്, ഡിസംബർ 29 സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരം സന്ധ്യയായി കഴിയുമ്പോൾ പകലെല്ലാം ജോലി ചെയ്യും, വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് 2 ദോശയൊക്കെ തിന്നിട്ട് സായാഹ്ന ധർണ. സന്ധ്യയാകുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ റോഡ് സൈഡിലൊരു കലാപരിപാടി, ഒരാൾ പ്രസംഗിക്കും, ബാക്കിയുള്ളൊരു കസേരപ്പുറത്ത് ബിംബങ്ങൾ പോലെ ഇരിക്കും. കൂട്ടധർണ, സിന്ദാബാദ് എന്ന് വിളിക്കും. ഇതൊക്കെയാണ്. ചക്ക ജാം അങ്ങനെയല്ല. ഒരു വണ്ടിയും പോകാൻ സമ്മതിക്കില്ല, ഒന്നും ഓടണ്ട, മൊത്തം ഡൽഹി ബന്ദാക്കുക. ये तो आज हुआ है, ये ചിങ്കാരി है. ഇന്ന് നടന്നത് ഒരു തീപ്പൊരിയാണ്. 3,000 ലോഗ് थे, 3,000-4,000 പേരുണ്ടായിരുന്നു. അഗർ ഓർഗനൈസ്ഡ് വേ മേ ഹോ ഓർ ലോഗ് ആയെങ്കിൽ, ഒന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. ദേശ് കി രാജധാനി ഹൈ, ജോ ലോഗ് ഗുംറാഹ് കർ രഹേ ഹൈ, അരേ യേ ദില്ലി ഹൈ ഭായ്, വഴിതെറ്റിക്കരുത്, ഇത് ദില്ലിയാണ്. യേ ഫ്ലൈ ഓവർ ജോ ഹൈ നാ, ഒരു ഫ്ലൈ ഓവർ ചൂണ്ടിക്കാണിച്ചിട്ട് സർജിൽ ഇമാം പറയുകയാണ്, യേ ഫ്ലൈ ഓവർ ജോ ഹൈ അഗർ യേ ഗിർ ഗയാ പൂരി ദുനിയാക്കോ ഖബർ ഹോഗി, മൊത്തം ലോകത്ത് വാർത്തയാകും ഈ ഫ്ലൈ ഓവർ ഇടിഞ്ഞ് താഴെ വീണാൽ.
समझ रहे हैं ना? മനസ്സിലാകുന്നുണ്ടല്ലോ? ये चिंगारी कहाँ जाएगी? ഈ തീപ്പൊരി എവിടെ പോകും? ആഗ് कैसे लगेगी? തീ എങ്ങനെ പരക്കും? लेकिन गोल क्या है? हमें चक्का जाम करना चाहते हैं. ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം, തീ പടരുന്നതിരിക്കട്ടെ, ഇപ്പോഴത്തെ ലക്ഷ്യം ചക്ക ജാം ചാഹത്തെ हैं. दिल्ली के मोहल्लों में दूध बंद करना चाहते हैं. हाँ, പാല് മുടക്കും ദില്ലിയിൽ. പാനി ബന്ദ് കർണ ചാഹത്തെ हैं. കൂട്ടി വെള്ളം കൊടുക്കില്ല ദില്ലിക്കാർക്ക്. ഇവയൊക്കെ വെള്ളം ഇറങ്ങാതെ ചാകട്ടെ. ഷർജീൽ ഇമാമിൻ്റെ പ്രസംഗം സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 142 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. അതിൽ 45-ാം പേജിലാണ് ഇയാളുടെ പ്രസംഗം. 47-ാം പേജിൽ വീണ്ടും സുപ്രീം കോടതി ഈ പ്രസംഗം കോട്ട് ചെയ്യുന്നു. സുപ്രീം കോടതി ഒരു പ്രസംഗം കോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണഗതിയിൽ ഹി വാസ് ഷൗട്ടിങ് സ്ലോഗൻസ്. ഇതാണ് കോടതിയുടെ ഭാഷ. ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് തള്ളും. ഇതങ്ങനെയല്ല, കോട്ട് ചെയ്തിരിക്കുന്നു. ये मैं पहले भी शायद अर्ज कर चुका हूँ. ഞാൻ പണ്ട് നിങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട്. कि 5 लाख लोग हमारे पास हो ऑर्गेनाइज तो हम हिंदुस्तान और नॉर्थ ईस्ट को परमानेंटली कट कर सकते हैं. 5 ലക്ഷം പേരുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് സാധിക്കും. അസം കോ കാട്ട്ന ഹമേരി ജിമ്മേദാരി ഹെ. നമ്മുടെ ഉത്തരവാദിത്തമാണ് ആസാമിനെ വെട്ടിമാറ്റുക എന്നുള്ളത്. ആസാം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും असम और इंडिया काट कर अलग हो जाए तभी ये हमारी बात सुनेंगे. ആസാമും ഭാരതവും വേറെ വേറെ ആകുമ്പോൾ മാത്രമേ ഇവന്മാർ നമ്മുടെ വാക്ക് കേൾക്കുള്ളൂ. अगर हमें असम की मदद करनी है तो हमें असम का रास्ता बंद करना होगा. അസമിലേക്കുള്ള വഴി കട്ട് ചെയ്താൽ മാത്രമേ അസമിനെ സഹായിക്കാൻ പറ്റുള്ളൂ. ഫൗജ് കി ഹാലാത്ത് ദേഖിയേ, സമझ रहे हैं? പട്ടാളത്തിൻ്റെ സ്ഥിതി അറിയാമല്ലോ. ഫൗജ് के लिए और जितने भी जो भी यहाँ से സപ്ലൈ जा रहा है बंद करो. പട്ടാളത്തിന് ഇവിടെ നിന്ന് പോകുന്ന എന്തെല്ലാം സപ്ലൈ ഉണ്ടോ, ഭക്ഷണം, വെള്ളം, അത് ഇത് മുഴുവൻ ബന്ദ് കറോ, നിർത്തിവയ്ക്ക്. और वो बंद कर सकते हैं क्योंकि चिकन नेक मुसलमानों का है. നമുക്കത് ചെയ്യാൻ പറ്റും. ചിക്കൻ നെക്ക് മുസൽമാന്മാരുടെയാണ്. वो जो इलाका है वो मुस्लिम अक्सरियत है. ആ പ്രദേശം മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷമാണ് ചിക്കൻ നെക്ക്. ഇതാണ് പ്രശ്നം. ഈ കക്ഷിക്ക് ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മതേതരത്വം ഇടിഞ്ഞു വീണു, ഭരണഘടനാ മൂല്യങ്ങൾ തളർന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം നടക്കുന്നത്. മറ്റേ കക്ഷി ഒമർ ഖാലിദ് ഒമർ ഖാലിദ് യോഗേന്ദ്ര യാദവുമായിട്ടാണ് അങ്ങേരുടെ കൂട്ടുകെട്ട്. അലിജില്ലി ഡയറക്റ്റഡ് ഷർജീൽ ഇമാം ടു വിസിറ്റ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഫോർ മൊബിലൈസിങ് സ്റ്റുഡൻസ് and he has attended a meeting held at premises so and so. The said meeting, which was led by Yogendra Yadav, is stated in the charge sheet to have resulted in a decision to further the alleged conspiracy of enforcing Chakka Jam. ചക്ക ജാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സമർത്ഥമായിട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന് യോഗേന്ദ്ര യാദവുമായിട്ട് ആലോചിച്ചു. യോഗേന്ദ്ര യാദവാണ് നമ്മുടെ ആന്തോളൻ ജീവി, സകല സ്ഥലത്തും കയറി കച്ചറ ഉണ്ടാക്കുന്ന താടിക്കാരൻ. അതാണ് യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവ് ഇതിൽ പ്രതിയാകേണ്ടതാണ്. എന്തുകൊണ്ടായില്ല എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു, അദ്ദേഹമാണ് പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത്. അദ്ദേഹം പറഞ്ഞു കേസ് ഇതുവരെ അന്വേഷണം തീർന്നിട്ടില്ല. എന്ന് വെച്ചാൽ യോഗേന്ദ്ര യാദവിനെയും പൊക്കാൻ സാധ്യതയുണ്ട്. ഇയാളുടെ പേര് പല സ്ഥലത്തും വരുന്നുണ്ട് യോഗേന്ദ്ര യാദവിൻ്റെ. They were planning to enforce Chakka jams across Delhi with the stated objective of overthrowing the government, which according to the prosecution was described by them as Hindu government. മോദി ഗവൺമെൻറ്റിനെ ഹിന്ദു ഗവൺമെൻറ് എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് ചക്ക ജാം അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കംപ്ലീറ്റ് സ്തംഭിപ്പിച്ച് നമ്മുടെ കയ്യിലാക്കുക. കുടിവെള്ളം സ്തംഭിപ്പിക്കുക, ആംബുലൻസ്, മരുന്ന് സപ്ലൈ, ഇതുപോലെ എല്ലാ കാര്യവും ജാമാക്കി സകല റോഡും ബ്ലോക്ക് ചെയ്ത്, അങ്ങനെയാണ് ഒരു ഷഹീൻ ബാഗ് ഒരു 3 മാസത്തോളം അവരത് ബ്ലോക്ക് ചെയ്തു, ഷഹീൻ ബാഗ് റോഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഈ തെമ്മാടികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ തലകീഴായി കെട്ടിത്തൂക്കിയിടുകയാണ് വേണ്ടത്. കൊന്നൊന്നും കളയരുത്. തലകീഴായി കെട്ടിത്തൂക്കി ഇടുക, ഭക്ഷണം കൊടുക്കുക. തലകീഴായി കെട്ടിത്തൂക്കി എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഇറങ്ങാനൊന്നും ഇരിക്കുകയില്ല. ഭക്ഷണം വയറ്റിലേക്ക് തന്നെ പോവും, കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇറക്കിയാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയല്ലാതെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്താരാഷ്ട്ര കോൺസ്പിറസിയാണ്. അമേരിക്കയിൽ നിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടി, ഓപ്പൺ സപ്പോർട്ട്. ന്യൂയോർക്ക് മേയർ, അയാളും മുസ്ലിമാണ്, ഓപ്പൺ സപ്പോർട്ടാണ്. അമേരിക്കയുടെ റെജീം ചേഞ്ച് പദ്ധതിയാണ് ഇവർ നടപ്പിലാക്കിയത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച മെസ്സേജിൽ അതൊക്കെ ഒരുപാട് സുപ്രീം കോടതി എടുത്ത് പറയുന്നുണ്ട്. ട്രംപ് വരുന്ന സമയത്ത് വേണം ഈ കലാപം നടക്കാൻ എന്ന് പറയുന്നു. ട്രംപ് വരുന്ന സമയത്ത്, ട്രംപ് ഒന്ന് വന്നു, 2 ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. ആ സമയത്ത് വേണം ഇത് ഓർഗനൈസ് ചെയ്യാൻ. അപ്പോൾ ട്രംപ് വരുന്ന സമയം വരുമെന്നുള്ള ഉറപ്പ് ഇതെല്ലാം അമേരിക്കയിൽ നിന്ന് ആർക്കോ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ടിരുന്നോ? കൃത്യമായിട്ട് അല്ല. പുള്ളി അവസാനം മാറിക്കളയോ? ഇല്ല, കൃത്യസമയത്ത് ഞങ്ങൾ എത്തിച്ചോളാം. അയാളിതൊക്കെ ഒന്ന് കാണട്ടെ. അയാളുടെ കൂട്ടുകാരനാണ്, അന്ന് മോദി കൂട്ടുകാരനായിരുന്നല്ലോ. അപ്പോൾ ഒരു പാഠം പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ്. ഇവർക്ക് എങ്ങനെ ജാമ്യം കൊടുക്കുമെന്നാണ്. എന്നിട്ട് മനഃപൂർവ്വം കേസ് നീട്ടിക്കൊണ്ടുപോവുക, അവധിക്ക് വെച്ച് കൊണ്ടുപോവുക. ഇതാദ്യം പൊളിച്ചത് നമ്മളുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. അദ്ദേഹം റിട്ടയറായി കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഈ ഒമർ ഖാലിദിന് ജാമ്യം കൊടുക്കാത്തത് എന്താ ചേട്ടാ? കോടതി ചുമ്മാ ഇത് നീട്ടി കൊണ്ടുപോവുകയാണല്ലോ. പുള്ളി ഇന്നസെൻ്റായിട്ട് പറഞ്ഞു, കോടതിയല്ലല്ലോ നീട്ടുന്നത്, അവരാണല്ലോ അഡ്ജേൺമെൻറ്റ് ചോദിക്കുന്നത്. എൻ്റെ ബെഞ്ചിൽ ഇത് വന്നപ്പോൾ തന്നെ 7 തവണ അവർ അഡ്ജേൺമെൻറ്റ് ചോദിച്ചു, ഞാൻ കൊടുത്തു. കേസൊന്ന് മാറ്റി വയ്ക്കണം, അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത ആഴ്ച, ഇങ്ങനെ നീണ്ടു പോയി. ആ വലിയ ബഹളമായി റെക്കോർഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ സുപ്രീം കോടതിയിൽ ഈ മാറ്റിവെപ്പ് കളിയാണ്. എന്നിട്ട് നെഞ്ചത്തിൽ ഈ നിലവിളി, ഞങ്ങൾക്ക് ജാമ്യം തരുന്നില്ലേ. ലോകം മുഴുവൻ അന്തം വിടുന്നു. ഇന്ത്യയിൽ ഇതെന്താ നടക്കുന്നത്? 5 വർഷമായിട്ട് വിചാരണ കൂടാതെ ഒരാളെ തടവിലിടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട എത്ര മനുഷ്യർ വിചാരണ കൂടാതെ തടവിലുണ്ടെന്നറിയാമോ? 5, 10, 15, 20 വർഷമൊക്കെ ആയവർ. അവരൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇവർ ഈ ജിഹാദി ടീമായതുകൊണ്ട് ഇവർക്ക് അന്താരാഷ്ട്ര സംരക്ഷണവും വലിയ വക്കീലന്മാരും സംഗതിയൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവന് ഇതൊന്നുമില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഡിലേ ഒരു പ്രശ്നമാണല്ലോ. ഡിലേ പ്രശ്നമാണെന്ന് ജഡ്ജിമാരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡിലേ നിങ്ങൾ വരുത്തിയ ഡിലേയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദയെ അർഹിക്കുന്നില്ല. ഇനി നിങ്ങൾ വരുത്തിയതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിലേയുടെ ആനുകൂല്യം കിട്ടില്ല. കാരണം നിങ്ങളുടെ ക്രൈം അത്ര ഭീകരമാണ്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത ഒരു ക്രൈം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇന്ന് വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്നത്. ഏതായാലും മതേതരത്വം അപകടത്തിലാണ്. സുപ്രീം കോടതി മതേതരത്വം സംരക്ഷിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ നിന്ന് വരുന്നത്. അതൊരു നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. താങ്ക് യു.